Hi, welcome. Chapter 1: How, When and Where. ഹിസ്റ്ററി പഠിക്കുന്നത് ഭയങ്കര ബോറാണ്. വെറുതെ വർഷങ്ങളൊക്കെ കാണാതെ പഠിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള ധാരണ ശരിയാണോ? ചരിത്രം വർഷങ്ങൾ കാണാതെ പഠിക്കുന്നത് മാത്രമാണോ? നമ്മൾ ജീവിക്കുന്ന ലോകത്തെപ്പറ്റിയും നാം കാണുന്ന ചുറ്റുപാടിനെ പറ്റിയും നാം അങ്ങനെ ചരിത്രപരമായ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. പക്ഷേ ഒരു കാര്യത്തെപ്പറ്റി കൗതുകമുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ചരിത്രപരമായ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ആശ്ചര്യപ്പെടാറുണ്ട്, എന്നായിരിക്കും മനുഷ്യൻ ട്രെയിൻ ഉപയോഗിച്ച് തുടങ്ങിയത്? ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ നിങ്ങൾ ക്യൂരിയസ് ആവാറുണ്ട്, എപ്പോഴായിരിക്കാം മനുഷ്യർ ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചു തുടങ്ങിയത് എന്ന്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമ്മളെ കാലത്തിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കാലാനുഗതമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ചരിത്രം. ഭൂതകാലത്തിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നുവെന്നും എങ്ങനെ അവയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നുവെന്നും നാം ഇതിനെ മുൻപുള്ളതെന്നും ശേഷമെന്നും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇങ്ങനെ സൂചിപ്പിക്കുന്നു. പക്ഷേ ടൈം എപ്പോഴും ഒരു ഫിക്സ്ഡ് ഡേറ്റോ മാസമോ വർഷമോ ആവണമെന്നില്ല. മനുഷ്യർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചായ കുടിക്കാൻ ആരംഭിച്ചതല്ല, അത് കാലക്രമേണ സംഭവിച്ച ഒരു കാര്യമാണ്. അതുപോലെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിനും സ്വാതന്ത്ര്യ സമരം തുടങ്ങിയതിനും സമൂഹത്തിലും സമ്പദ്ഘടനയിലും മാറ്റങ്ങൾ വന്നതിനുമൊന്നും നമുക്കൊരു കൃത്യമായ ഡേറ്റ് നൽകാൻ സാധിക്കില്ല. ഈ കാര്യങ്ങളെല്ലാം വർഷങ്ങൾ നീണ്ട കാലയളവിൽ സംഭവിച്ചതാണ്. അതിനാൽ സവിശേഷമായ മാറ്റങ്ങൾ പ്രകടമായി അല്ലെങ്കിൽ വിസിബിൾ ആയിരിക്കുന്ന കാലഘട്ടത്തെ അഥവാ പീരിയഡിനെ നാം പരാമർശിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നാം ചരിത്രത്തെ സമയവുമായി അല്ലെങ്കിൽ ഡേറ്റുമായി ബന്ധപ്പെടുത്തുന്നത്? അതിനൊരു കാരണമുണ്ട്. മുൻപ് ചരിത്രം എന്നാൽ യുദ്ധങ്ങളും വലിയ സംഭവങ്ങളും ഭരണാധികാരികളും മാത്രമായിരുന്നു. ഒരു രാജാവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നടന്ന വർഷങ്ങളെപ്പറ്റിയെല്ലാം ചരിത്രകാരന്മാർ എഴുതിയിരുന്നു. രാജാവ് അധികാരമേറ്റ്, വിവാഹം ചെയ്ത, ആദ്യത്തെ കുഞ്ഞ് ജനിച്ച്, യുദ്ധം ചെയ്ത, അദ്ദേഹം മരിച്ച, അടുത്ത രാജാവ് അധികാരമേറ്റ എല്ലാ വർഷങ്ങളും. കാരണം ഇത്തരം സംഭവങ്ങൾ നടന്ന വർഷങ്ങൾ ഉറപ്പിച്ചു പറയാമായിരുന്നു. എങ്കിലും ഹിസ്റ്റോറിയൻസ് ഇപ്പോഴും ഇത്തരം വർഷങ്ങളുടെ കൃത്യതയെപ്പറ്റി വാഗ്വാദങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ. വിച്ച് ഡേറ്റ്സ്? എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് കുറച്ച് ഡേറ്റ്സ് പ്രധാനപ്പെട്ടതാണെന്ന് ചൂസ് ചെയ്യുന്നത്? ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു പീരിയഡ് പ്രധാനപ്പെട്ടതാകുന്നത് നാം ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവം പ്രധാനപ്പെട്ടതാകുന്നത് കൊണ്ടാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ എഴുതിയ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗവർണർ ജനറൽമാരുടെ ഭരണത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഈ ചരിത്രം ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിംഗിൽ തുടങ്ങി അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭുവിൽ അവസാനിക്കുന്നു. ഈ പെയിന്റിംഗ് ഒന്ന് നോക്കാം. 1773 വാറൻ ഹേസ്റ്റിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി. നാം പറഞ്ഞു, ചരിത്ര പുസ്തകങ്ങൾ ഗവർണർ ജനറൽസിന്റെ പ്രവൃത്തികളെപ്പറ്റി വിവരിച്ചു, ജീവചരിത്രങ്ങൾ അവരുടെ മഹത്വത്തെ പ്രകീർത്തിച്ചു. പെയിന്റിങ്ങുകളാകട്ടെ ശക്തിയുള്ള ഗാംഭീര്യമുള്ള വ്യക്തിത്വങ്ങളായി അവരെ പ്രൊജക്റ്റ് ചെയ്തു. ഹേസ്റ്റിംഗ്സ്, വെലസ്ലി, ബെൻറ്റെക്, ഡെലൗസി, കാനിങ്, ലോറൻസ്, ലിറ്റൺ, റിപ്പൺ, കഴ്സൺ, ഹാർഡിങ്, ഇർവിൻ എന്നിങ്ങനെയുള്ള ഗവർണർ ജനറൽമാരെ പറ്റി ഔ പാസ്റ്റ് 3-ൽ വരുന്ന അധ്യായങ്ങളിൽ നാം പഠിക്കും. ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിലെ എല്ലാ ഡേറ്റ്സും ഈ വ്യക്തികളുമായും അവർ ചെയ്ത കാര്യങ്ങളുമായും ലിങ്ക് ചെയ്തിരിക്കുന്നു. അവരുടെ ജീവിതങ്ങളെ പോലെ പ്രാധാന്യമുള്ള നാം അറിയേണ്ട മറ്റൊന്നും ഇല്ല എന്നതുപോലെയായിരുന്നു ബ്രിട്ടീഷുകാർ പ്രസന്റ് ചെയ്ത ഇന്ത്യ ചരിത്രം. ഇന്ത്യയുടെ ചരിത്രം മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാനാകുമോ? ഈ ഗവർണർ ജനറൽസിന്റെ ചരിത്രത്തിനകത്ത് നിന്നുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ ഗ്രൂപ്പുകളെയും ക്ലാസ്സുകളെയും ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റൊരു രീതിയിൽ ഒരു ഇന്ത്യ ചരിത്രം. ഒരു ചരിത്രം അല്ലെങ്കിൽ കഥ എഴുതുമ്പോൾ നാം അതിനെ വിവിധ അധ്യായങ്ങളായി തിരിക്കാറുണ്ട്. ഇത് പലപ്പോഴും ഓരോ അധ്യായത്തിലും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പരസ്പര ബന്ധമുണ്ടാകുവാനാണ്. ഈ പ്രോസസ്സിൽ നാം പറയുന്ന ചരിത്രമോ കഥയോ എന്തുമാവട്ടെ, അത് രൂപപ്പെട്ടു വരുന്നതിനാവശ്യമായ സംഭവ വികാസങ്ങളിൽ മാത്രമേ നാം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവർണേഴ്സിനെ ചുറ്റിത്തിരിയുന്ന ബ്രിട്ടീഷ് ഇന്ത്യ ഹിസ്റ്ററിയിൽ ഇന്ത്യക്കാർക്ക് ഇടമില്ല. ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾ ഈ ഹിസ്റ്ററിയിൽ ഫിറ്റ് ആവില്ല.
അപ്പോൾ എന്ത് ചെയ്യും? നാം മറ്റൊരു ചരിത്രം മറ്റൊരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതണം. അപ്പോൾ പഴയ പ്രധാനപ്പെട്ട വർഷങ്ങളൊക്കെ അപ്രധാനമായി പോകും. പുതിയ ഡേറ്റ്സ് നാം അറിഞ്ഞിരിക്കേണ്ട കൂടുതൽ പ്രാധാന്യമുള്ളതാവുകയും ചെയ്യും. ഹൗ ടു വി പീരിയോഡൈസ്? എന്തിനാണ് നാം ചരിത്രത്തെ പല കാലഘട്ടങ്ങളായി തിരിക്കുന്നത്? ഒരു പ്രധാന കാലയളവിലെ കേന്ദ്ര ഘടകങ്ങൾ സ്പഷ്ടമാക്കുവാനാണ് ചരിത്രത്തെ പീരിയഡുകളായി തിരിച്ചിരിക്കുന്നത്. അവ തമ്മിൽ വിവേചിച്ചറിയാനായി ഓരോ പീരിയഡ്സിനും നാം നൽകുന്ന പേരുകൾ അല്ലെങ്കിൽ ടേംസ് വളരെ പ്രധാനമാണ്. ഒരു പീരിയഡിൽ നിന്നും മറ്റൊരു പീരിയഡിലേക്ക് നീങ്ങുമ്പോഴുള്ള മാറ്റങ്ങളുടെ പ്രാധാന്യത്തെ നാം എങ്ങനെ കാണുന്നുവെന്ന് ഈ പേരുകൾ സൂചിപ്പിക്കുന്നു. 1817 സ്കോട്ടിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ തത്വചിന്തകനുമായിരുന്ന ജെയിംസ് മിൽ 3 വോളിയങ്ങളുള്ള വലിയൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രം. അദ്ദേഹം ഇന്ത്യ ചരിത്രത്തെ 3 പീരിയഡ്സുകളായി തിരിച്ചു: ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്. ഈ പീരിയഡൈസേഷൻ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. ഈ പീരിയഡൈസേഷനിൽ എന്തെങ്കിലും പിഴവുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജെയിംസ് മിൽ ഏഷ്യൻ സമൂഹത്തെ യൂറോപ്പിനേക്കാളും താഴ്ന്ന പരിഷ്കാരമുള്ള അല്ലെങ്കിൽ സംസ്കാരമുള്ള സമൂഹമായി കൺസിഡർ ചെയ്തിരുന്നു. മിൽ എഴുതിയതനുസരിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് ഹിന്ദു മുസ്ലിം സ്വേച്ഛാധിപതികളാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. മതങ്ങൾക്കിടയിലുള്ള അസഹിഷ്ണുത, ജാതിയുടെ പേരിലുള്ള വിവേചനം, അന്ധവിശ്വാസ അനാചാരങ്ങൾ തുടങ്ങിയവയൊക്കെ സമൂഹത്തിൽ പ്രബലമായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയെ പരിഷ്കൃത സമൂഹമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് മിൽ ചിന്തിച്ചു. അതിനായി യൂറോപ്യൻ രീതികൾ, കലകൾ, സ്ഥാപനങ്ങൾ, നിയമങ്ങൾ തുടങ്ങിയവ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇന്ത്യയിലെ ജനങ്ങളുടെ സന്തോഷവും ജ്ഞാനോദയവും ഉറപ്പുവരുത്താനായി ഈ രാജ്യത്തിന്റെ എല്ലാ ഭൂപ്രദേശവും ബ്രിട്ടീഷ് പിടിച്ചെടുക്കുക എന്ന ഉപാധി മിൽ മുന്നോട്ട് വച്ചു. കാരണം ബ്രിട്ടീഷ് സഹായമില്ലാതെ ഒരു പുരോഗതി കൈവരിക്കാനുള്ള കഴിവ് ഇന്ത്യക്ക് ഇല്ലായിരുന്നു. ഈ പിക്ചറിൽ നമുക്ക് കാണാം 1782 ജെയിംസ് റെനൽ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ മാപ്പിന്റെ ആമുഖത്തിന് വേണ്ടി ബ്രിട്ടാനിയയ്ക്ക് ശാസ്ത്രങ്ങൾ കൈമാറുന്ന ബ്രാഹ്മണരാണ്. റോബർട്ട് ക്ലൈവ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണറായിരുന്നു. റോബർട്ട് ക്ലൈവ് ഹിന്ദുസ്ഥാന്റെ ഭൂപടം നിർമ്മിക്കുവാനായി ജെയിംസ് റെനലിനോട് ആവശ്യപ്പെട്ടു. റെനൽ ആകട്ടെ ബ്രിട്ടീഷ് ഇന്ത്യയെ പിടിച്ചടക്കുക എന്ന ഐഡിയയുടെ വലിയ സപ്പോർട്ടറായിരുന്നു. പരമാധികാരം സ്ഥാപിക്കാനുള്ള പ്രോസസ്സിൽ ഭൂപടം തയ്യാറാക്കുന്നത് ആവശ്യമാണെന്ന് റെനൽ വിശ്വസിച്ചു. ഈ പിക്ചറിൽ നാം കാണുന്ന കയ്യിലൊരു ശൂലവും ഒരു ഹെൽമെറ്റും ധരിച്ചു നിൽക്കുന്ന ബ്രിട്ടാനിയ ബ്രിട്ടീഷ് ആധിപത്യത്തിനെയും യൂണിറ്റിയെയും സൂചിപ്പിക്കുന്ന എംബ്ലമാണ്, ബ്രിട്ടീഷ് ശക്തിയുടെ ഐക്കൺ. ഈ ചിത്രം ഇന്ത്യക്കാർ തങ്ങളുടെ പുരാതന ലിഖിതങ്ങൾ പൂർണ്ണ സമ്മതത്തോടെ ബ്രിട്ടീഷുകാർക്ക് കൈമാറി എന്ന് കാണിക്കുന്നു. ബ്രിട്ടനോട് ഇന്ത്യൻ സംസ്കാരത്തിന്റെ സംരക്ഷകയാകാൻ ആവശ്യപ്പെടുന്നത് പോലെ. അതിനാൽ ഇത്തരമൊരു ചരിത്രത്തിൽ ജെയിംസ് മിൽ ആകട്ടെ പുരോഗതിയുടെയും സാംസ്കാരികതയുടെയും ശക്തി പ്രഭാവമായി ബ്രിട്ടീഷ് ഭരണത്തെ റെപ്രസെന്റ് ചെയ്തു. നാം തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഇന്ത്യയെ ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്നിങ്ങനെ 3ആയി തിരിച്ചിരുന്നുവെന്ന്. ഏതെങ്കിലും ഒരു ചരിത്ര കാലഘട്ടത്തെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ചിന്തിക്കാനാവുമോ നമുക്കറിയാം, മറ്റു പല വിശ്വാസങ്ങളും ഒരേ കാലങ്ങളിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ചരിത്രത്തെ ഭരണാധികാരികളുടെ മതത്തിന്റെ പേരിൽ മാത്രം നമുക്ക് പീരിയോഡൈസ് ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ചെയ്താൽ മറ്റുള്ളവരുടെ ജീവിതവും ആചാരവും ഒന്നും പ്രധാനമല്ല എന്നല്ലേ? ഈ ബ്രിട്ടീഷ് ക്ലാസിഫിക്കേഷനിൽ നിന്നും മാറി നിന്നാൽ ചരിത്രകാരന്മാർ എല്ലായ്പ്പോഴും ഇന്ത്യൻ ചരിത്രത്തെ ആൻഷ്യന്റ്, മിഡീവൽ ആൻഡ് മോഡേൺ, അതായത് പുരാതന കാലഘട്ടം, മധ്യ കാലഘട്ടം, ആധുനിക കാലഘട്ടം എന്നിങ്ങനെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഡിവിഷനിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഈ രീതിയിലുള്ള പീരിയോഡൈസേഷൻ വെസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തതാണ്. മോഡേൺ അല്ലെങ്കിൽ ആധുനികം എന്ന ടേം ആധുനികതയുടെ എല്ലാ സവിശേഷതകളുമായും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രം, യുക്തിവിചാരം, ജനാധിപത്യം, സ്വാതന്ത്ര്യം, തുല്യത തുടങ്ങിയ സവിശേഷതകൾ. അതിനാൽ മധ്യകാലഘട്ടം അല്ലെങ്കിൽ മിഡീവൽ എന്ന ടേം ഈ ആധുനിക കാലഘട്ടത്തിന്റെ സവിശേഷതകളൊന്നും നിലനിന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആധുനിക കാലഘട്ടത്തിന്റെ എല്ലാ സവിശേഷതകളും ഉള്ള ഒരു പീരിയഡാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ആധുനിക കാലഘട്ടം എന്ന് പറയാനാകുമോ?
ഇതൊന്ന് നോക്കൂ. 1857 പ്രക്ഷോഭകാരികളാണ് ചിത്രത്തിൽ. ചിത്രങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഓരോ ഛായാചിത്രങ്ങളും അത് സൃഷ്ടിച്ച ആളുടെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ വീക്ഷണങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നു. ഈ ഇമേജ് 1857 ശേഷം പുറത്തിറങ്ങിയ ബ്രിട്ടീഷുകാരുടെ പല ബുക്കുകളിലും കാണാം. ഈ ചിത്രത്തിന് അവർ കൊടുത്ത ക്യാപ്ഷൻ എന്താണെന്ന് അറിയണ്ടേ? മ്യൂട്ടിനസ് സിപ്പോയിസ് ഷെയർ ദ ലൂട്ട്, അതായത് കലാപകാരികളായ ശിപ്പായികൾ കൊള്ളയടിച്ച് മുതൽ പങ്കുവയ്ക്കുന്നു. കാരണം ഈ കലാപകാരികളെ ബ്രിട്ടീഷുകാർ പ്രസന്റ് ചെയ്തത് അത്യാഗ്രഹികളും നിർദ്ദയരും ക്രൂരരുമായ മനുഷ്യരായിട്ടാണ്. അവർ പാസ്റ്റ് 3 എന്ന 8th സ്റ്റാൻഡേർഡിലെ ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തുല്യതയോ സ്വാതന്ത്ര്യമോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിനെ മോഡേൺ എന്ന് വിളിക്കുക? അതിനാൽ പല ചരിത്രകാരന്മാരും ഈ പീരിയഡിനെ കൊളോണിയൽ അല്ലെങ്കിൽ കോളനി ഭരണം എന്ന് വിളിക്കുന്നു. വാട്ട് ഈസ് കൊളോണിയൽ? ആർ പാസ്റ്റ് 3 എന്ന ബുക്കിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം പിടിച്ചെടുക്കാൻ വന്നതെന്നും നാട്ടുരാജാക്കന്മാരെയും നവാബുകളെയും സ്വാധീനപ്പെടുത്തി എങ്ങനെയാണ് അവരുടെ ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചതെന്നും നിങ്ങൾ വായിക്കും, മനസ്സിലാക്കും. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സമൂഹത്തിൻ്റെയും സമ്പദ്ഘടനയുടെയും മേൽ നിയന്ത്രണം സ്ഥാപിച്ചു. അവരുടെ ചിലവുകൾ നികത്താനായി നികുതി കളക്ട് ചെയ്തു. അവർക്കാവശ്യമുള്ള വസ്തുക്കൾ അവർ ചെറിയ വില കൊടുത്ത് ഇന്ത്യയിൽ നിന്ന് വാങ്ങി. കയറ്റി അയക്കണമെന്ന് അവർക്ക് ആവശ്യമായി തോന്നിയ വിളകൾ കൃഷി ചെയ്യുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം രീതികളുടെ കോൺസിക്വൻസ് ആയി വന്ന മാറ്റങ്ങളെപ്പറ്റിയും മൂല്യത്തിലും അഭിരുചിയിലും സമ്പ്രദായത്തിലും ആചാരങ്ങളിലുമൊക്കെ വന്ന മാറ്റങ്ങളെപ്പറ്റി നാം അടുത്ത അധ്യായങ്ങളിൽ മനസ്സിലാക്കും. ഇതൊരു പഴയ പരസ്യമാണ്. 1922 ലിപ്റ്റൺ ടീയുടെ പരസ്യം. ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ത്യൻ കൊട്ടാരം കാണാം. കുതിരപ്പുറത്തിരിക്കുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ 3ാമത്തെ മകനായ പ്രിൻസ് ആർതറാണ്. ഡ്യൂക്ക് ഓഫ് കൊനോട്ട് എന്ന ടൈറ്റിൽ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഈ പരസ്യം ലോകം മുഴുവനിലുമുള്ള ബ്രിട്ടീഷ് രാജ്യത്വവുമായിട്ടുള്ള ഈ തേയിലയുടെ അസോസിയേഷനെ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ പുതിയ രുചികൾ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെ പുതിയ ഉൽപ്പന്നങ്ങളും. അപ്പോൾ എന്താണ് കോളനൈസേഷൻ? ഒരു രാജ്യത്തിന് മേൽ മറ്റൊരു രാജ്യം ഭരണം കൈവരിക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങളിലേക്ക് നയിക്കുമ്പോൾ ആ പ്രോസസ്സിനെ നാം കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനി വാഴ്ച, കോളനി ഭരണം എന്ന് പറയുന്നു. ഹൗ ഡു വി നോ? എങ്ങനെയാണ് നാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നത്? കഴിഞ്ഞ 250 വർഷത്തെ ഇന്ത്യൻ ഹിസ്റ്ററി എഴുതാൻ എന്തൊക്കെ സോഴ്സസ് ആണ് ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ പ്രൊഡ്യൂസസ് റെക്കോർഡ്സ്. ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ഔദ്യോഗിക റെക്കോർഡ്സ് അല്ലെങ്കിൽ രേഖകൾ. എഴുതുന്നത് വളരെ പ്രധാനമാണെന്ന് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചിരുന്നു. ഓരോ നിർദ്ദേശങ്ങളും പ്ലാൻ, പോളിസി, തീരുമാനം, എഗ്രിമെന്റ്, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഓരോന്നും വിശദമായി എഴുതി വെക്കണമായിരുന്നു. ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഇവയെപ്പറ്റി ശരിയായി പഠിക്കുവാനും ചർച്ച ചെയ്യുവാനും കഴിയുമായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും ഡോക്യുമെന്റ്സും കത്തുകളുമെല്ലാം പിന്നീടത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നത് ആവശ്യമാണെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി. അതുകൊണ്ട് അവർ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപനങ്ങൾക്കും റെക്കോർഡ് റൂം സജ്ജീകരിച്ചിരുന്നു. വില്ലേജ് തഹസിൽദാരുടെ ഓഫീസ്, കളക്ടറേറ്റ്, കമ്മീഷണറുടെ ഓഫീസ്, പ്രൊവിൻഷ്യൽ സെക്രട്ടേറിയറ്റ്, കോടതികൾ ഇവയ്ക്കെല്ലാം റെക്കോർഡ് റൂംസ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട റെക്കോർഡ്സുകൾ സൂക്ഷിച്ചു വയ്ക്കാൻ ആർക്കൈവ്സ്, മ്യൂസിയം പോലെയുള്ള പ്രത്യേകം സജ്ജമാക്കിയ സ്ഥാപനങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്താണ് ആർക്കൈവ്? ചരിത്രരേഖകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് ആർക്കൈവ്. ദ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ നാഷണൽ മ്യൂസിയം, ഇത് രണ്ടും സ്ഥാപിച്ചത് 1920കളിലാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളും ദ നാഷണൽ മ്യൂസിയം ആൻഡ് ദ നാഷണൽ ആർക്കൈവ്സ് ഇൻ ഡൽഹി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വൈസ്രഗൽ പാലസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രപതി ഭവന് വളരെ അടുത്തായിട്ടാണ്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്രിട്ടീഷുകാർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നതാണ്. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ചിൽ നിന്നും മറ്റൊന്നിലേക്ക് മൂവ് ചെയ്ത കത്തുകളും പത്രികകളുമെല്ലാം ഇപ്പോഴും ആർക്കൈവ്സിൽ കാണാം. അന്നൊക്കെ ഇത്തരം ഡോക്യുമെന്റ്സ് വളരെ ശ്രദ്ധയോടെ കാലിഗ്രാഫിസ്റ്റ് അഥവാ കയ്യെഴുത്ത് പ്രതി വിദഗ്ധൻ പകർത്തി എഴുതുകയാണ് ചെയ്തിരുന്നത്. ആരാണ് കാലിഗ്രാഫിസ്റ്റ്? മനോഹരമായ കയ്യക്ഷരത്തോടെ എഴുതുന്ന കലയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളെയാണ് കാലിഗ്രാഫിസ്റ്റ് അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതി വിദഗ്ധൻ എന്ന് വിളിക്കുന്നത്.
19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അച്ചടി വിദ്യ വ്യാപകമായി. അതിനാൽ ഓരോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നടപടിക്രമമെന്ന രീതിയിൽ ഈ റെക്കോർഡ്സുകളുടെ പല മടങ്ങ് കോപ്പികൾ പ്രിന്റ് ചെയ്തു സൂക്ഷിച്ചു. ഇത് ഹോം ഡിപ്പാർട്ട്മെന്റിനുള്ള ഒരു റിപ്പോർട്ടാണ്. 1946-ൽ ഇന്ത്യയിലെ കൊളോണിയൽ ഗവൺമെന്റ് റോയൽ ഇന്ത്യൻ നേവിയുടെ കപ്പലിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപം അടിച്ചമർത്താൻ ശ്രമിക്കുകയായിരുന്നു. ഈ ഇമേജിൽ നമ്മൾ കാണുന്നത് ബോംബെ, കറാച്ചി, വിശാഖപട്ടണം എന്നീ ഡോക്യാർഡ്സിൽ നിന്നും ഹോം ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയ ഈ കലാപത്തെ പറ്റിയുള്ള റിപ്പോർട്ടാണ്. സർവേസ് ബിക്കം ഇമ്പോർട്ടൻറ്റ്. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്ക് കീഴിൽ സർവേ നടത്തുന്ന പതിവും വളരെ സാധാരണമായി. കാരണം ഒരു രാജ്യത്തെ ഭരിക്കുന്നതിന് മുൻപ് അതിനെ അറിയണം എന്ന് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ ചിത്രവും മനസ്സിലാക്കാനായി മാപ്പ് ചെയ്യാനായി വിശദമായ സർവേകൾ നടത്തിയിരുന്നു. വില്ലേജുകളിൽ റവന്യൂ സർവേകൾ നടത്തിയിരുന്നു. ഇത് ഭൂപ്രകൃതി, മണ്ണിന്റെ ഗുണനിലവാരം, സസ്യജന്തുജാലങ്ങൾ, പ്രാദേശിക ചരിത്രങ്ങൾ, വിളവെടുപ്പ് രീതികൾ തുടങ്ങി ഒരു പ്രദേശം ഭരിക്കുമ്പോൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് അവർക്ക് തോന്നിയതൊക്കെ അറിയാനായിട്ടായിരുന്നു ഈ റവന്യൂ സർവേ. 1832-ൽ ജെയിംസ് പ്രിൻസെപ്പ് വരച്ചൊരു ചിത്രമാണിത്. ബംഗാളിൽ സർവേ നടക്കുന്നതാണ് ചിത്രത്തിൽ. ശ്രദ്ധിച്ചാൽ കാണാം, സർവേക്ക് ഉപയോഗിച്ച ഉപകരണങ്ങൾ മുൻഭാഗത്ത് വെച്ചിരിക്കുന്നുണ്ട്. സർവേയുടെ ഒരു സയന്റിഫിക് നേച്ചറിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയാണിത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ സെൻസസ് അഥവാ ജനസംഖ്യാ കണക്കെടുപ്പ് എല്ലാ 10 വർഷം കൂടുമ്പോഴും നടത്തി തുടങ്ങി. ഈ സെൻസസ് ആകട്ടെ ഓരോ പ്രൊവിൻസിലെയും ജനസംഖ്യയും അവരുടെ ജാതി, മതം, തൊഴിൽ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്ന വിശദമായൊരു റെക്കോർഡ് ഉണ്ടാക്കുവാനുമായിരുന്നു. ഇത് കസ്റ്റർഡ് ആപ്പിൾ പ്ലാന്റിന്റെ ഒരു ഡ്രോയിങ് ആണ്. ബൊട്ടാനിക്കൽ ഗാർഡൻസും നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയവും ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അവർ സസ്യങ്ങളുടെ സ്പെസിമെൻ കളക്ട് ചെയ്യുകയും അവയുടെ ഉപയോഗങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്തു. ചിത്രകാരന്മാരോട് അത്തരം പ്ലാന്റുകളുടെ ചിത്രം വരയ്ക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ചരിത്രകാരന്മാരാകട്ടെ ഇത്തരം അറിവുകൾ ബ്രിട്ടീഷുകാർ ശേഖരിച്ച രീതിയെപ്പറ്റിയും എന്താണ് ഈ അറിവുകൾ കോളനി വാഴ്ചയുടെ സ്വഭാവത്തെപ്പറ്റി വെളിവാക്കുന്നതെന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. വാട്ട് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഡു നോട്ട് ടെൽ. നമുക്ക് ഈ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ നിന്നും ഒത്തിരി ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ട്. എങ്കിലും ഇവ അധികാരികളെ പറ്റി മാത്രമുള്ളതാണ്. അവർ ചിന്തിച്ചതും എന്ത് സൂക്ഷിക്കപ്പെടണമെന്ന് അവർ തീരുമാനിച്ചോ അതൊക്കെ. അതുകൊണ്ട് രാജ്യത്തിനകത്തുള്ള മറ്റുള്ള മനുഷ്യർ എന്തനുഭവിച്ചെന്നോ അവരുടെ പ്രവൃത്തികൾക്ക് പിന്നിൽ എന്തായിരുന്നെന്നോ എന്ന് മനസ്സിലാക്കാൻ ഈ റെക്കോർഡ്സ് നമ്മെ സഹായിക്കുന്നില്ല. അതിന് നാം മറ്റിടങ്ങളിൽ അന്വേഷിക്കേണ്ടി വരും. അവ ഒത്തിരി ഉണ്ടെങ്കിലും ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പല ആളുകളും എഴുതിയിരുന്ന ഡയറി കുറിപ്പുകൾ, തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും വിവരണങ്ങൾ, പ്രധാനപ്പെട്ട വ്യക്തികളുടെ ആത്മകഥകൾ, അന്നത്തെ കടകമ്പോളങ്ങളിൽ വിറ്റിരുന്ന ലഘുലേഖകളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. പ്രിന്റിംഗ് കൂടുതൽ വിപുലമായപ്പോൾ പത്രങ്ങൾ പബ്ലിഷ് ചെയ്യുകയും പ്രശ്നങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യുകയും ചെയ്തു. നേതാക്കളും സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ നവീന ചിന്തകൾ പ്രചരിപ്പിക്കാനായി എഴുതി. കവികളും കഥാകൃത്തുക്കളുമാകട്ടെ അവരുടെ അനുഭവങ്ങളും വികാരങ്ങളും എഴുത്തിലൂടെ പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രസ്ഥാനങ്ങളെപ്പറ്റി, ചലനങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ പത്രങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. 1946-ലുണ്ടായ ഒരു പോലീസ് സ്ട്രൈക്കിനെ പറ്റിയുള്ള വിവരങ്ങളാണിത്. അവർക്ക് ലഭിച്ചിരുന്ന കുറഞ്ഞ വേതനത്തിനും ഗുണനിലവാരം കുറഞ്ഞ ഭക്ഷണത്തിനുമെതിരായി പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ ഡൽഹിയിലെ 2000 പോലീസുകാർ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചുവെന്ന് ഈ ന്യൂസിൽ പറയുന്നു. സമരക്കാരിൽ ഒരാൾ പറഞ്ഞതനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം കന്നുകാലികൾ പോലും കഴിക്കില്ല. കാരണം അവർക്ക് കഴിക്കേണ്ടിയിരുന്ന ഭക്ഷണം മനുഷ്യന് ഭക്ഷ്യയോഗ്യമല്ലാത്തതായിരുന്നു എന്നാണ്. നോക്കൂ, ഈ സ്രോതസ്സുകളൊക്കെയും ലിറ്ററേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാക്ഷരരായിട്ടുള്ള ആൾക്കാർ സൃഷ്ടിച്ചവയാണ്. ഗോത്രവർഗക്കാരും ഗ്രാമീണരും ഖനികളിൽ ജോലി ചെയ്തിരുന്നവരും തെരുവുകളിലെ പാവങ്ങളുമായ ജനങ്ങൾ എങ്ങനെ ഈ ചരിത്രത്തെ അനുഭവിച്ചെന്നും ജീവിച്ചെന്നും ഇത്തരം സ്രോതസ്സുകൾ വഴി നമുക്കറിയാൻ സാധിക്കില്ല. അവരുടെ ജീവിതത്തെപ്പറ്റി അറിയുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. എങ്കിലും ഒരല്പം എഫേർട്ട് എടുത്താൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. 8th സ്റ്റാൻഡേർഡിലെ Our Past 3-ൽ അതെങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ലേണിംഗ്. താങ്ക് യു.